ദേ മോളെ, ഈ തുണിയൊക്കെ കൃത്യമായിട്ടുണ്ടോ നോക്കണേ. കഴുത്തിലെ താലി എന്തി? അത് വീട്ടില് റൂമിലുണ്ട്. ചേട്ടാ, ഗുഡ് മോർണിംഗ് മാഡം. ഭാര്യയും മക്കളെ ഒന്നും ശ്രദ്ധിക്കാതെ രാവും പകലും ജോലിയാന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കൂല്ലേ? രാവിലെ തന്നെ ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ മാലയെ പൊട്ടിച്ചോണ്ട് ആരാ മാഡം? തുണി തേക്കുന്ന ഇടത്ത് വെച്ച്. ടേപ്പ് കട വെച്ചോ? എന്താ സാറേ, മേഡത്തിന്റെ മാല ആരെ പൊട്ടിച്ചോണ്ട് പോയെന്ന്? ആണോ? എന്തോ പൊട്ടിച്ചത് ആരാന്ന് വേഗം അന്വേഷിക്കേ, ഉടനെ വന്നേക്കാം. നിങ്ങളുടെ ആൾക്കാർ വല്ലതും ആണോ? ഇൻസ്പെക്ടറുടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ മാല തിരിച്ചു തന്നിട്ട് പോയി. നിനക്കൊന്നും പറ്റില്ലല്ലോ. വെളിയിൽ നടക്കുന്ന വയലൻസ് ഒക്കെ പോലീസിനടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. പോലീസിന്റെ വീട്ടിൽ നടക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആരോടാ പറയണ്ടേ? ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾക്ക് കൂടിയല്ലേ ഞങ്ങൾ കെട്ടിച്ചു തന്നത്? ഇവിടെ ദിവസം ഇപ്പൊ കള്ളുകൂടിയാ. ഇതൊന്നും ചോദിക്കാൻ ഈ നാട്ടിൽ പോലീസ് ഇല്ലേ? ആണുങ്ങൾക്ക് ആയിരക്കണക്കിന് ടെൻഷൻ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയോ? ഡൊമസ്റ്റിക് വയലൻസ് ക്രൈം ബ്യൂറോ സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്താ പറയുന്നത് അറിയോ? സ്ത്രീകളെക്കാളും ആണുങ്ങളാണ് വീട്ടിലെ പ്രശ്നം കാരണം 2 മടങ്ങ് സൂസൈഡ് ചെയ്യുന്നതെന്ന്. കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. ആണുങ്ങളെ കുറിച്ച് മേഡത്തിന് അറിയാൻ ചേട്ടാ. ഇല കണ്ടിക്കാൻ പറഞ്ഞ കൊല കണ്ടിക്കുന്ന പാർട്ടിയാ. ശനിയാഴ്ച ഒരു ദിവസം കുടിച്ചോട്ടെന്ന് കണ്ണടച്ചപ്പോ ഇപ്പൊ അടി സ്ഥിരമാക്കിയത് കണ്ടില്ലേ? എന്റെ കെട്ടികൾക്ക് ഞാൻ കള്ളു കുടിക്കുന്നത് ശരിക്കും അറിയാം. അവളുടെ മുന്നിലെങ്ങാനും വെച്ച് അടിച്ചാലുണ്ടല്ലോ, അവൾ എന്നെ അടിക്കും. അതുപോലെ മേഡം സാറിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നേ. ആ സാറേ, ഇതാ എത്തിക്കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഒരുപാട് വിഷമിച്ചു. ഞാൻ പറഞ്ഞു സാറിന്റെ ജോലി ടെൻഷൻ കാരണം അങ്ങനെ പറ്റിപ്പോയതായിരിക്കുന്നു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. സത്യമായിട്ടും പറഞ്ഞു സാറേ. താൻ വണ്ടി എടുക്കണോ? ഹലോ, എന്തു പറ്റി? ആളെ കാണുന്നില്ലല്ലോ. സ്ഥലത്തുണ്ടോ? ഇവിടൊക്കെ തന്നെ ഉണ്ട്. എന്താ ഇന്നെന്താ പ്രശ്നം? എന്നാ ഈ വീട്ടില് പ്രശ്നം ഇല്ലാത്തത്? ഡെയിലി സ്ട്രെസ്സിന്റെ പേരും പറഞ്ഞ് കുടിയാ ഇവിടെ. എന്തായാലും നമ്മൾ അത് രാവിലെ എഴുന്നേക്കണം. ഉറക്കം തൂങ്ങി പാൽ പാത്രത്തിൽ ഒഴിച്ച് അത് പാത്രത്തിലാണോ അടുപ്പിലാണോ വീഴുന്നതെന്ന് അറിയാതെ അടുത്ത ജോലി തുടങ്ങി രാത്രി ഒന്ന് കണ്ണടയ്ക്കുന്നത് വരെ ഒരു മെഷീൻ പോലെ 100 കൂട്ടം ജോലികളാ. എന്നാൽ നമ്മൾ മാത്രം ആരെയും ഒരു സ്ട്രെസ്സും കാണിക്കാതെ ഏത് നേരവും വീട്ടുകാരുടെ മുന്നേ ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കണം. നിനക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നീ അവരെ പോലെ ഒരു പെഗ് അടിച്ചുകൂടേടി. എന്തായാലും ഞാൻ ഇനി അത് ചെയ്യും. സൈഡ് ഡിഷ് വേണോ? അതൊക്കെ ഇവിടെ ഉണ്ട്. കമ്പനിക്ക് എവിടെ ആളില്ലാത്തത്. എന്താ വരുന്നോ? ഓക്കേടി, ക്യാരി ഓൺ. എനിക്ക് ക്ലിനിക്കിൽ ചെല്ലാൻ സമയമായി. ഞാനിപ്പോ വെക്കുക. ബൈ.